പോലീസ് ഉൾപ്പെടെ മറ്റ് സേനാ വിഭാഗങ്ങളിൽ വനിതകളുടെ പങ്കാളിത്തമുണ്ടെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ മേഖലയിൽ വളരെ കാലമായി സ്ത്രീകൾ ജോലി ചെയ്തിരുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരമാണ് ഇതിൽ മാറ്റമുണ്ടായത്. കോട്ടയം ജില്ലയിൽ 3 പേരെയാണ് ആദ്യഘട്ടത്തിൽ നിയമിച്ചത്. പാമ്പാടി സ്വദേശിയായ അപർണ കൃഷ്ണൻ, പുതുപ്പള്ളി സ്വദേശിയായ ഗീതുമോൾ എന്നിവരാണ് വനിതാ അംഗങ്ങൾ. മൂന്നാമത്തെയാളായ അനുമോൾ അടുത്ത മാസം ജോലിയിൽ കയറും. അഗ്നിശമന മേഖലയിലെ ജോലിയിലൂടെ സമൂഹം ഞങ്ങളെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും സ്ത്രീ എന്ന നിലയിൽ ഇത് ഏറെ പ്രചോദനം നൽകുന്നുവെന്നും അപർണ കൃഷ്ണൻ പറഞ്ഞു. പബ്ലിക്കിന് നമുക്ക് പോലീസിനേക്കാളും കുറച്ചുകൂടെ പബ്ലിക് വെൽക്കം ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫയർഫോഴ്സ് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളെ കുറച്ചുകൂടെ സ്നേഹത്തോടെയാണ് ആൾക്കാർ കാണുന്ന ഒന്ന്. കൂടുതൽ സ്ത്രീകളും കൂടെ വന്നു കഴിയുമ്പം കണ്ടു നിൽക്കുന്ന സ്ത്രീകൾക്കും കൂടുതൽ ആവേശം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. 6 മാസത്തെ പരിശീലനം പൂർത്തിയാക്കി കോട്ടയം ഫയർ സ്റ്റേഷനിലെത്തിയ ഇവർക്ക് സ്റ്റേഷൻ ട്രെയിനിങ്ങും നൽകും. സ്കൂബ മലകയറ്റം, ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം എന്നിവയിലുണ്ടായ താൽപ്പര്യമാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയതെന്ന് ഗീതുമോൾ പറഞ്ഞു. ട്രെയിനിങ്ങിൽ എല്ലാ തരത്തിലുള്ള സ്കൂബ അതുപോലെ തന്നെ ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ, അതായത് മൗണ്ടനെയറിങ്, പിന്നെ കെട്ടിടത്തിന് മുകളിൽ അകപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നത്, പിന്നെ ബ്രീത്തിങ് അപ്പാരറ്റസ് ഉപയോഗിച്ച് കൊണ്ടിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് കിട്ടി. ഇതെല്ലാം നമ്മളെ ഇതിലേക്ക് കുറച്ചുകൂടെ ആകർഷിക്കാനും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇവർ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഇതുവരെ ഒരിടത്ത് മാത്രമാണ് തീപിടുത്തമുണ്ടായത്. രാത്രി 1 മണിക്കുണ്ടായ തീപിടുത്തത്തിൽ വനിതാ അംഗങ്ങളും പങ്കാളികളായി. ഫയർ സ്റ്റേഷനിലെ മറ്റുദ്യോഗസ്ഥർ മികച്ച പിന്തുണയാണ് ഇവർക്ക് നൽകുന്നത്. സി മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.